അടിസ്ഥാന വിഭാഗക്കാരുടെ വിദ്യാഭ്യാസ ഉന്നതി ഉറപ്പാക്കുമെന്നും ഇതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി ഒ.ആർ. കേളു. ആദിവാസി വിഭാഗത്തിലെ 1800 വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിൽ അയച്ച സംസ്ഥാന സർക്കാർ പഠിപ്പിക്കുകയാണ്. കാലത്തിനനുസരിച്ച് ആദിവാസി വിഭാഗക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോളയാട് പെരുവയിലെ ചെമ്പുക്കാവ് പ്രീ മെട്രിക് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ഇങ്ങനെയുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾ, സ്കൂളുകൾ, നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശുപത്രികളെല്ലാം ഏതെല്ലാം കേരളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ റിമോട്ട് ഏരിയകളിൽ വരെ നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തിൽ മാത്രം അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഫോറസ്റ്റ്, പോലീസ്, എക്സൈസ് വകുപ്പുകളിൽ നേരിട്ട് പ്രവേശനം നൽകി ആദിവാസി വിഭാഗത്തിലെ കുറേയധികം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകിയെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു. ആരോഗ്യവകുപ്പിലും നേരിട്ട് ജോലി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ കാലത്തിനനുസരിച്ച് ആദിവാസി വിഭാഗക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വീടുകളിൽ സ്വസ്ഥമായിരുന്നു പഠിക്കാൻ സ്ഥലപരിമിതിയുള്ള കുട്ടികൾക്ക് നിലവാരമുള്ള പഠനമുറികളും പോഷകസമൃദ്ധമായ ആഹാരങ്ങളും ലഭ്യമാകുന്നതിനുള്ള അവസരമാണ് പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ നൽകുന്നത്. സമീപഭാവിയിൽ തൊഴിൽ സംരംഭത്തിലേക്ക് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളയാട് ഗ്രാമപഞ്ചായത്തിലെ പെരുവ വാർഡിലെ ചെമ്പുക്കാവ് പ്രീ മെട്രിക് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കെ ശൈലജ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച 4,02,38,321 രൂപ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡാണ് ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. 60 കുട്ടികൾക്ക് താമസിക്കാൻ ഉതകുന്ന രീതിയിൽ 24 മുറികളാണ് ഹോസ്റ്റലിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ പെൺകുട്ടികൾക്കാണ് പ്രവേശനം നൽകുക. അടുത്ത അധ്യയന വർഷം മുതൽ ഹോസ്റ്റൽ പ്രവർത്തിച്ചു തുടങ്ങും. ജില്ലയിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥിനികൾക്ക് ഇവിടെ പഠിക്കാം. ചടങ്ങിൽ കെൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം. നവീൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. സുധാകരൻ, കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം. റിജി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി. ഗീത തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.